എങ്ങനെയാണ് ഈ സുജിത് ദാസ് മാറിയതിന് ശേഷമുണ്ടായിരുന്ന ശശിധരനുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഞാൻ തെറ്റുന്നത്? ഇവിടെ 4 സെന്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്ന പാവപ്പെട്ടവന് 2 ബക്കറ്റ് മണ്ണ് ആ തറയിലിടാൻ ഇവർ സമ്മതിക്കില്ല. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ലൈഫ് പദ്ധതി തടസ്സപ്പെട്ടു. എന്താ? മണ്ണിട്ടല്ലേ ബാക്കി ജോലി ചെയ്യാൻ പറ്റൂ. അതിലേക്ക് മണ്ണടിക്കുന്ന വാഹനങ്ങൾ മാത്രം തെരഞ്ഞു പിടിക്കുക പോലീസ്. സാധാരണ SIന്റെയും CIന്റെയും കാര്യമല്ല പറയുന്നത് കേട്ടോ. SP ഓർഡറാ. പോലീസുകാർക്കൊരു നിവൃത്തിയില്ല. ഇത് ഞാൻ ചോദ്യം ചെയ്തു. ഈ പറയുന്ന ശശിധരൻ SP-യുമായി ഞാൻ വാക്കേറ്റമുണ്ടായി. ഇപ്പോൾ LDFന്റെ കയ്യിലാണല്ലോ അമരമ്പലം പഞ്ചായത്ത്. ഞാനന്ന് അവരെ കൂടെയാണല്ലോ. ആ പ്രസിഡന്റും കുഞ്ഞിപ്പും വൈസ് പ്രസിഡന്റും പ്രതിപക്ഷ അംഗങ്ങളടക്കമുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾ ഞാൻ പോയി നിങ്ങൾ SP-നെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ മറുപടി? സമ്മതിക്കൂല. ആ പാവപ്പെട്ടവനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിലമ്പൂർ കൂടെ പോകുമ്പോൾ നോക്കൂ, എല്ലാ കൊമേഴ്സ്യൽ സ്ഥലങ്ങളും പാടങ്ങളും മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ഈ 4 സെന്റുകാരന് ഗതി കെട്ടിട്ട് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഈ 4 ലക്ഷം വെച്ച് ജനങ്ങൾ കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വീടുക്ക് 2 ബക്കറ്റ് മണ്ണിടാൻ ഇവർ സമ്മതിക്കൂല. ആ മണ്ണിടണമെങ്കിൽ പെർമിറ്റ് എടുത്ത് മണ്ണടിക്കുന്ന ഇവിടുത്തെ മാഫിയകളോട് മണ്ണടിക്കാൻ പറയണം. ഒരു തറ ഫില്ല് ചെയ്യണമെങ്കിൽ 25,000 കൊടുക്കണം അവൻ്റെ അടുത്ത് മണ്ണെടുക്കണമെങ്കിൽ. ആ തൊട്ട അയൽവാസി ഇതാ ഇവിടുന്ന് ബക്കറ്റിൽ 2 മണ്ണെടുത്തോ എന്ന് പറഞ്ഞാൽ പറ്റൂല. ഇതാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാനത് നിർത്തണോ? അപ്പൊ ഞാൻ ഇനിയും സംസാരിക്കും. അപ്പോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാൻ UDFന്റെ അകത്ത് വന്നാലും അൻവർ ഇത് തന്നെയാണ്. ഇവർക്ക് പല ഏർപ്പാടും ഉണ്ടാകും. ചില ആളുകൾക്ക് അവർക്ക് ഞാൻ നാളെ തടസ്സമാകും. അപ്പൊ എന്താ, എന്നെ ഫിനിഷ് ചെയ്യണം. അപ്പൊ ഞാൻ രംഗത്തുണ്ടാകാൻ പാടില്ല. അപ്പൊ എന്താ അവർ പറയുന്നത്? ഞാൻ ഷൗക്കത്തിനെ അംഗീകരിച്ചില്ല, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചില്ല. ഞാൻ എന്താ പറഞ്ഞത്? തലേ ദിവസം UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരട്ടു, ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗമാണ്. ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാ. ഞാൻ പറഞ്ഞതല്ലേ, 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത്. ഞാൻ എന്നെ UDFൽ കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ. അതിന് മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഇനി പോരാടേണ്ടത്. ഈ നാട്ടിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് പോരാടി മരിക്കേണ്ട വ്യക്തിയല്ല എന്ന് പറഞ്ഞ് UDFുമായി സഹകരിച്ച് പോകണമെന്ന് പറഞ്ഞത് അദ്ദേഹമാണ്. അദ്ദേഹം മാത്രമാണ്. ഇന്നും അദ്ദേഹം ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അറിയോ നമുക്ക്? അങ്ങനെ പോയതാ ഞാൻ. ആ പോയ എന്നെ ആ UDFുമായി യോജിപ്പിക്കാൻ പഠിച്ച പണി 18 അദ്ദേഹം നോക്കിയിട്ടും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെ നോക്കിയിട്ടും സംഗതി നടക്കുന്നില്ല. നടക്കാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. അതെനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ ജനങ്ങളോട്. അത് നമ്മൾ പിന്നീട് ആലോചിച്ച് പറയും. അപ്പം ഞാനിന്ന് അദ്ദേഹത്തോട് ഇന്നും പറഞ്ഞു, ദയവായി നിങ്ങൾ ഇനി എനിക്ക് വേണ്ടി ദയവായി നിങ്ങൾ ആരും കാല് പിടിക്കരുത്. കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDFൽ ഞാൻ വരണം. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ പ്രവർത്തകർ, UDFന്റെ പ്രവർത്തകർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, ഇവിടുത്തെ സാമുദായിക കക്ഷികൾ ഈ പിണറായിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൂടെ നിർത്തണം, ആത്മാർത്ഥമായി സത്യസന്ധമായി എന്ന് പറയണം. അതിന്റെ പേരിലാണ് നമ്മൾ നിന്നത്. ഇപ്പോഴും ഒരു തലയും പാലും ഇല്ല. കഴിഞ്ഞ 2-ാം തീയതി എടുത്ത തീരുമാനം എന്നെ കൂടെ കൂട്ടി സഹകരണ മുന്നണിയാക്കാൻ സമ്മതിച്ചതാ. ഒരു ഡിമാൻഡും എനിക്കുണ്ടായിരുന്നില്ല. ഒരു അലയൻസ്, ഒരു ധാരണം, സഹകരിച്ച് പോകാം. അത് പ്രഖ്യാപിക്കാൻ ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയി അല്ലേ? 15-ാം തീയതി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് എന്താ അറിയോ? തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് പോകും എന്ന് നമുക്ക് തോന്നിയല്ലോ. അപ്പോൾ ഈ വാലുമ കെട്ടിയിട്ട് ഇങ്ങനെ നടക്കാം. മനസ്സിലായില്ലേ? ഫോൺ വിളിച്ച ഫോൺ എടുക്കൂല. അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാരെ വിളിച്ചാൽ അദ്ദേഹം എടുത്തിട്ട് പറയും, സാർ തിരിച്ചു വിളിക്കൂട്ടോ. അദ്ദേഹത്തെയാണ് UDF ഉത്തരവാദിത്തപ്പെടുത്തിയത്. അത് കഴിഞ്ഞു. അപ്പോഴൊക്കെ സ്ഥാനാർത്ഥി ആരാ? എന്നോട് പറഞ്ഞത് ഈ 14-ാം തീയതി 15-ാം തീയതി വരെ
മലയോര കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ പ്രതിനിധി ഉണ്ടാകും. അത് നിങ്ങളൊരു പേടിയും പേടിക്കണ്ട. ഷൗക്കത്തിനെ നമുക്ക് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. 2026 വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ നിലമ്പൂരിൽ നിർത്താൻ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം ഈ വന്യജീവി വിഷയം കത്തിക്കാളി നിൽക്കുകയാണ്. അതുകൊണ്ട് ജോയി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി. എന്നാ പറയുന്നത് അറിയാമോ? ഈ പറയുന്ന 15-ാം തീയതി, ഈ മാസം 15-ാം തീയതി. ഓക്കെ.